ഗൈസ് സ്വപ്നയുടെ മുടി ഞാൻ ചേർത്ത് ഞാൻ കെട്ടിക്കൊടുത്തതാണ് ഗൈസ്. യെസ് look Swapna, what executive look. ഗൈസ് നമ്മൾ പാർക്കിലേക്ക് പോകാൻ പോയാണ്. സ്വപ്നയുടെ സ്വപ്ന നോക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നല്ല രസമുണ്ട് ഗൈസ്. ഹായ് എന്നെ പറ. സ്വപ്ന എന്നെ വലിച്ചെന്നെ കണ്ട് കൊണ്ടുകൊണ്ട് ഇത് നിന്റെ മരിയുണ്ട് സ്വപ്ന കാണാനായിട്ട്. ശരിക്കും സ്വപ്നനെ മരിയുണ്ട്. സ്വപ്ന നിൽക്കണ് മമ്മിക്കല്ല തുടച്ചോണ്ടിരിക്കുന്നു. ഉരുളിയിൽ തുടച്ചോണ്ടിരിക്കുന്നു. വായോ ഓ ഇത് മറ്റേ ഗാന്ധിജി നമ്മുടെ പണ്ടത്തെ ഓ ഞാൻ കയറാം. നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഞാൻ കാട്ടിട്ട് മാറിയിരിക്കും. പിടിച്ചോ ഞങ്ങൾ ഈ ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയൊക്കെ ഉണ്ട്. മുട്ട ഈ കൊട്ടയിലൊക്കെയാണ് നല്ലത്. ഇവിടെ ഈ നാരങ്ങയൊക്കെ ഉണ്ട്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇപ്പം കൂടി. ചവണയൊക്കെ ഉണ്ട്. പിന്നെ അരവണ പായസം, ഗോലി, ഈ കുറേ സാധനങ്ങൾ അല്ലറ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ചേട്ടൻ്റെ ഞങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ ഈ ചേട്ടൻ 50% ഓഫ് വരുന്നതായിരിക്കും. പിന്നെ വെള്ളം ചായയൊക്കെ ചേട്ടൻ ലൈവായിട്ട് ഉണ്ടാക്കാറ്. ലുക്കുള്ള ചേട്ടനാണ്. അവിടെ നാരങ്ങളും വീഴാനായിട്ട് സാധനമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ മുട്ട വേണമെന്ന്. മുട്ടക്കൊന്ന് കൊട്ട എടുക്കാം ഗൈസ്. മുട്ട കൊട്ട എത്ര മുട്ട വേണം ചേട്ടാ? രണ്ടെണ്ണം മതിയാ ചേട്ടനൊക്കെ? ചേച്ചിക്കൊക്കെ 2 മുട്ട ഇട്ട് കൊടുക്കാം. ഇനി എന്താണ് ചേച്ചി വേണ്ടേ? മോള് 2 നാരങ്ങ എടുത്തേടി. അയ്യോ ഒരു നാരങ്ങ താഴ്ത്ത് വീണ്. ഇനി എന്താണ്? ഇതാണോ ചേച്ചി ഉദ്ദേശിച്ചത്? ഇതിന് 1 രൂപ 50 പൈസ. ഗോലി സോഡ ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ തുഴഞ്ഞു പോണായിരിക്കുമല്ലേ ചേച്ചി? ചേച്ചി തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മോളെ അങ്ങോട്ട് വെച്ചേക്ക്. ഗൈസ് അങ്ങ് ചെവിയിൽ വെക്കാം. നമുക്ക് പൂക്കി വെക്കാം. പൂക്കി ചേട്ടനായിട്ടുണ്ട്. അഫിന് കറിക്കോ തറിക്കോ? കാണിച്ചു സഫ്നയുടെ വീട്ടിലേക്ക് പോവാ ഗൈസ്. വീടാണ് ഈ വീട്. ഓ ഗൈസ് തല മുട്ടി ഗൈസ്. വീടിന്റെ പേര് ഗൈസ്
ഇതാണ് സഫ്നയുടെ തറവാട്ട്. ഇതിൽ കൂടിയാണ് എൻട്രൻസ് ഉള്ളത്. ഇപ്പോൾ അടച്ചിട്ടെന്ന് തോന്നുന്നു. ഇവളുടെ ചോറ് വെക്കണ കലമാണിത്. ചട്ടിയാണിത്, ചട്ടി. അയ്യോ, ചട്ടി ഗൈസ്, ചട്ടി. ഇതാണ് സഫ്നയുടെ വീട്. എൻ്റെ വീടൊന്നുമില്ല ഗൈസ്, അല്ലാണ്ട് വീട്. ഓക്കെ, ഇതാണ് ആ വീടിൻ്റെ ഉള്ളെന്ന് പറയണത്. ഭയങ്കര ഇരുട്ടുള്ള, ഇരുട്ട് മൂടിയ വീടാണൊക്കെ അടച്ചു വെക്കാം. പ്രത്യേകിച്ച് സഫ്നയുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു റൂമുള്ള വീടാണ് സഫ്നയുടെ. ഇതെന്തുവാ? മണിയാണ്, മണി, പണ്ടത്തെ മണി. പിന്നെ കടിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഡാഡി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ വേറെന്താണല്ലോ. ഇവിടെ പിന്നെ കുറേ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വില്ലേജ് വൈബ് ഉണ്ട് ഗൈസ്. എനിക്ക് ഇറങ്ങി. നമ്മൾ ചേട്ടൻ്റെ കടയിലെത്തി ഗൈസ്. ലാമ്പൊക്കെ ഉണ്ട്. ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ള് ടച്ച് ചെയ്ത് കളിച്ചു ഗൈസ്. നല്ല വൈബുണ്ട്. കാളകളുണ്ട്. പ്ലോയിങ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പ്ലോയിങ് ചെയ്യാൻ വേണ്ടി. ടിങ് ടിങ് ടിങ്. അവിടെ നമുക്ക് പ്ലോയിങ് ചെയ്യാം. ഈ കാളകൾ വെച്ചാൽ നമുക്ക് പ്ലോയിങ് ചെയ്യാറ്. ഇവിടെ ഫുള്ള് പ്ലോ ചെയ്തത് ഈ 2 കാളകൾ വെച്ചിട്ടാണ്. യെസ് വാസന്തി, കണ്ടു വാസന്തി, ഞാൻ കണ്ടു വാസന്തി. ഇത് പിന്നെ നിങ്ങൾ സഫ്നയുടെ മയിൽവാഹനം കാണിച്ചെന്നില്ലല്ല. ദിസ് ഈസ് സഫ്നാസ് വണ്ടി. വീട് തറവാട് ഞാൻ കാണിച്ചുതരാം. അവിടെ തറവാട് കാണുന്നേക്കാളും മുമ്പ് ഗാന്ധിജി ഉപയോഗിച്ച വെള്ളം കളക്കണ ഇറിഗേഷൻ ചെയ്ത സാധനമൊന്നും തോന്നുന്നു. ഇത് എന്താ പേരൊക്കെ ഞാൻ കഴിഞ്ഞെല്ലാം പഠിച്ചതായിരുന്നു സോഷ്യലിൽ. ഇപ്പം ഞാൻ മറന്നുപോയി. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കാല് വെച്ച് ഇങ്ങനെ കാണിക്കും. സോ അപ്പോൾ വെള്ളം ചാടി ചാടി ഈ വഴി അങ്ങോട്ട് പൊക്കോളും. ഇവിടെ കഫറ്റീരിയയാണ്. ഇവിടെ ഈ ചേച്ചി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ചമ്മന്തി അരക്കാൻ വേണ്ടി നിൽക്കുന്നത്. ചേട്ടനാണെങ്കിൽ കൂലിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൾ വന്നിട്ടില്ല വിളിക്കാനായിട്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളാ. ഇവിടെ കുറേ ആൾക്കാർ ഇതുമാരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒന്നും ക്യാപ്ചർ ചെയ്യണില്ല. അവിടെ എന്തോ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ചേട്ടനാണ് ഈ മരമൊക്കെ വെട്ടിയിട്ടേക്കുന്നത്. അതാണ് അതിൻ്റെ പകുതി ഉള്ളത്. ഇവിടെയാണ് ചേട്ടൻ ആരുടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യപൂര ഫുള്ളി ഡിസൈൻഡ്. ഇത് ഗ്രെയിൻസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഈ ഗ്രെയിൻസ് അതൊക്കെ ഫ്രൂട്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ എന്തോ സംഭവം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി വെച്ചേക്കെന്ന് തോന്നുന്നു. ഇത് അടച്ചിട്ടേക്കാണ് ഗൈസ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ സഫ്നയുടെ തറവാട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സഫ്നയുടെ തറവാട്. ഇവിടെയാണ് സഫ്നയുടെ സാധനങ്ങൾ ഗ്രെയിൻസൊക്കെ വെക്കണത്. ഇത് നമ്മുടെ ചേട്ടൻ്റെ കടയാണ്. സഫ്നയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ വാങ്ങേണ്ടി നമുക്ക് നേരെ ചേട്ടൻ്റെ കടയിലേക്ക് പോവുകയാണെങ്കിൽ സാധനമൊക്കെ കിട്ടിക്കോളും. സഫ്നക്ക് സിമ്പിളാണ്. ചേട്ടനോടൊക്കെ ബായ് പറയുകയാണ്. ബായ് ചേട്ടാ. പോവാൻ പോയെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ ഷൂവിന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയി എടുക്കണം. എൻ്റെ ഷൂവിന് അവിടെ ഊരിയിട്ടുണ്ട്. അത് പോയി എടുക്കുക ഗൈസ്. ഇതേ എടുക്കണം. ഷൂ എടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കി പോവാം. ആണ് കഫറ്റീരിയ.
സഫന ജെറിയോടെ എവിടെ മമ്മൂട്ടൊന്നും കേട്ടോ ജെറി ഭാഗത്തിട്ടില്ല. ശരി ഇല്ല ഈ ചേട്ടൻ്റെ മുഖം ഞാൻ കാണിച്ചതല്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ സഫ്നായിട്ട് ബൈ പറയാൻ പോകണം. ഞങ്ങൾ എറണാകുളത്ത് പോകണം, നിങ്ങൾ വേറെ വീട്ടിലേക്ക് പോകണം. 2 വണ്ടികളിൽ 2 അർബൻ ക്രൂസർ. കാര്യം കാണിച്ചു തരാം കേട്ടോ. 2 ഒരേ അർബൻ ക്രൂസർ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഇനി സബ്ജക്റ്റ് കാണോ? എൻ്റെ വീട്ടിൽ വരണം, വാട്ട് വരുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.